ഒരു സെക്കൻഡിന് 23 മണിക്കൂറിനേക്കാളും, ഒരു മിനിറ്റിന് 58 ദിവസങ്ങളെക്കാളും, ഒരു മണിക്കൂറിന് 9 വർഷങ്ങളെക്കാളും, ഒരു രാത്രിക്ക് 83 വർഷങ്ങളും 4 മാസങ്ങളെക്കാളും പുണ്യമുള്ള രാത്രി. അതെ, ലൈലത്തുൽ ഖദർ, നിർണയത്തിൻ്റെ രാത്രി. അടുത്തൊരു വർഷത്തേക്കുള്ള ജീവിതം, ഉപജീവനം, മരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കപ്പെടുന്ന രാത്രി. ആയിഷ ബീവി ഒരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദർ ആണെന്നറിഞ്ഞാൽ ഞാനന്ന് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അവിടുന്ന് മറുപടി കൊടുക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവേ, നീ ഏറെ പൊറുക്കുന്നവനാണ്, പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് പുറത്തു നൽകണമേ എന്ന്. പിന്നീട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും കൂലി പ്രതീക്ഷിച്ചും പൊറുക്കലിനെ തേടിയും അന്നേ ദിവസം രാത്രി നമസ്കരിച്ചാൽ അല്ലാഹു തആല ഇതുവരെ വന്നതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും പുറത്തു നൽകുമെന്ന്. നമുക്കറിയാം, ഇശാ നമസ്കാരവും സുബഹി നമസ്കാരവും ജമാഅത്തായി നിർവഹിക്കപ്പെട്ടാൽ ആ ഒരു രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണ്. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം ഇശാ, തറാവി, വിത്ർ, സുബഹി നമസ്കാരങ്ങളെല്ലാം ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കാൻ നാം ഏവരും ശ്രമിക്കുക. മൂന്നാമതായി, അല്ലാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയ പോലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖുർആൻ ഇറക്കപ്പെട്ട രാത്രി കൂടിയാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണവും നന്നായി വർദ്ധിപ്പിക്കുക. കൂടാതെ ആകാശത്തു നിന്നും ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ നേതൃത്വത്തിലായി മറ്റൊരു അഭിപ്രായപ്രകാരം റൂഹ് എന്ന് പറയുന്ന മലക്കുകളിലെ ഏറ്റവും വലിയ മലക്കിൻ്റെ നേതൃത്വത്തിലായി ഒരുപാട് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അന്നേ ദിവസം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയവർക്ക് കൈ കൊടുക്കുകയും ചെയ്യും. അല്ലാഹു തആല ലൈലത്തുൽ ഖദർ ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളെല്ലാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നാം ഏവരും ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.